കൂടുതൽ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന ചിത്രം മലയാള സിനിമയിലെ ഇക്കാലത്തെയും മികച്ച ത്രില്ലറുകളിൽ ഒന്നാണ്. മലയാള സിനിമയിലെ ഒരു പുതിയ അധ്യായം കുറിച്ച് ഈ ചിത്രം അതിന്റെ രണ്ടാം ഭാഗമായ ദൃശ്യം 2 പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. കോവിഡ് കാലത്ത് OTT റിലീസായി പ്രേക്ഷകരിലേക്ക് എത്തിയ ദൃശ്യം 2 വലിയ വിജയമായിരുന്നു. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചിത്രമായ ദൃശ്യം 3 ഉണ്ടാകുമെന്ന് മോഹൻലാൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാൽ തന്നെ ഈ സന്തോഷ വാർത്ത അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് പങ്കുവച്ചത്. ഇത് ആരാധകർക്കിടയിൽ വലിയ ആവേശം ഉയർത്തിയിരുന്നു. ദൃശ്യം ചിത്രങ്ങൾക്ക് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ദൃശ്യം 1, 2 ഭാഗങ്ങളുടെ റീമേക്കുകൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങുകയും ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. അടുത്തിടെ ചിത്രത്തിന്റെ കൊറിയൻ റീമേക്കും പുറത്തു വന്നിരുന്നു. ബോളിവുഡ് താരം അജയ് ദേവ്ഗൺ നായകനായ ഹിന്ദി റീമേക്കുകൾക്കും മികച്ച വിജയം നേടാനായി. ഇപ്പോഴിതാ ദൃശ്യം 3 ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിന് മുന്നേ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. ഹിന്ദിയിൽ ദൃശ്യം 3 നിർമ്മിക്കുന്നതിനായി പനോരമ സ്റ്റുഡിയോസും ഡിജിറ്റൽ IT മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ നിർമ്മാണ കരാറിലെത്തുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി പങ്കിട്ട ഔദ്യോഗിക കത്തിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സംവിധാനം ചെയ്ത അഭിഷേക് പഥക് തന്നെയാവും മൂന്നാം ഭാഗവും ഒരുക്കുകയെന്ന് വ്യക്തമാക്കുന്നു. ഈ പ്രഖ്യാപനം ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മലയാളത്തിലെ ദൃശ്യം 3 എന്നായിരിക്കും എത്തുക എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എങ്കിലും ഈ ഫ്രാഞ്ചൈസിയുടെ ഭാവി ഇന്ത്യൻ സിനിമയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണിപ്പോൾ.